ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പിക്കിൾ ലവേഴ്സിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ അച്ചാർ ലവേഴ്സിന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കിലോ മാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ നല്ല ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന കണക്ക്. അപ്പോൾ അതിലേക്ക് നമ്മൾ കല്ലുപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ അമ്മ 2 പിടി കല്ലുപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോടൊപ്പം തന്നെ ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങയാണ്. മാത്രമല്ല ഈ മാങ്ങയുടെ ഒരു മാങ്ങാച്ചാറിൻ്റെ ടേസ്റ്റ് ഈ പറഞ്ഞ കണക്ക് ഒരു ചെറിയൊരു മധുരിക്കുന്ന ടേസ്റ്റും കൂടിയാണ്. ഇനിയാണ് ഈ മാങ്ങാച്ചാറിൻ്റെ ഒരു ട്വിസ്റ്റ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കി തീർക്കാൻ പറ്റില്ല. മിനിമം 2 ഡേയ്സെങ്കിലും വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രിയാണ് ഇതിൽ പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ മാറ്റി വെച്ചത്. അപ്പോൾ അടുത്ത ദിവസം മോർണിംഗ് നമ്മൾ വെയിൽ കൊള്ളിക്കാനായിട്ട് ഇതുപോലെ കൊണ്ട് വയ്ക്കുകയാണ്. ഇതുപോലെ ഒരു മുറം എടുത്ത് ആ മുറത്തിൽ ഇതുപോലെ നിരത്തി നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ച് കൊടുക്കുക. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരിക്കുമ്പോഴത്തേന് അത്യാവശ്യം സെറ്റാവും. ഇതിപ്പോൾ ഞങ്ങൾ വൈകിട്ടായപ്പോഴേക്കും മാങ്ങ ഒരുവിധം വാടിയിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ച് ആ പാത്രത്തിലേക്ക് തട്ടിയിട്ട് അത് നല്ലപോലെ മൂടി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഫ്ലാറ്റിലെ ടെറസൊക്കെ ക്ലോസ്ഡ് ആണ്, അതുകൊണ്ടാണ് ഈ ബാൽക്കണിയിൽ വെച്ച് ഇതിങ്ങനെ വെയിൽ കൊള്ളിച്ചെടുക്കുന്നത്. മുറ്റമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ല വിശാലമായ മുറ്റത്തൊക്കെ വെച്ച് നമുക്ക് വെയിലൊക്കെ കൊള്ളിച്ച് വാടിച്ചെടുക്കാം മാങ്ങേനെ. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ ബാൽക്കണിയുടെ ഇവിടെ അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്നുണ്ട് ഈ സ്ഥലത്ത്. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഡേ 2 നമ്മളിതുപോലെ നമ്മുടെ മാങ്ങേനെ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മാങ്ങ നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പം നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരു നാരങ്ങ വലുപ്പത്തിൽ കായത്തിൻ്റെ കട്ട, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, പിന്നെ എന്താണ് കായപ്പൊടി അത്യാവശ്യം വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അതൊന്ന് കാണിച്ചെന്നേ ഉള്ളേ. പിന്നെ നമുക്ക് മുളക് പൊടിയുണ്ട്, കടുകുണ്ട്, നല്ലെണ്ണ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഒരു പിടി കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാന് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ കായത്തിൻ്റെ കട്ട ഇട്ട് കൊടുക്കുകയാണ്. ഈ കട്ട അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞ് വരണം. അപ്പോൾ അതൊന്ന് മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ, കരിഞ്ഞു പോകരുത്, നല്ല മൂത്ത് വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം. ഇപ്പോൾ ഈ നല്ല മൊരിഞ്ഞ കായത്തിൻ്റെ കട്ട നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി ഈ ചൂടായിരിക്കുന്ന പാനിലേക്ക് നമ്മളൊരു 3 സ്പൂണ് കടുക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ നല്ല പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് ഈ തണുത്ത കടുക് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് ആ തണുത്ത കടുകും നമ്മൾ നേരത്തെ മുരിച്ച് വെച്ചിരിക്കുന്ന കായത്തിൻ്റെ കട്ടയും കൂടി ഈ ഇടുതല്ലിയിലിട്ട് ഞങ്ങളൊന്ന് ചതച്ചെടുക്കുവാണ്. അപ്പോൾ അതൊന്ന് നല്ല രീതിയിൽ ചതച്ച് പൊടിച്ച ശേഷം മാറ്റി വയ്ക്കുക. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി. ആ മുളക് പൊടി ഒരു 3-4 സ്പൂണ് നമ്മുടെ ഈ ഒരു പാനിലേക്ക് ഇടുക. അപ്പോൾ നേരത്തെ നമ്മൾ പാൻ ഓഫ് ചെയ്തിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാവാനായിട്ട് ആ പാനൊന്ന് ഓണാക്കിയ ശേഷം അമ്മയുടെ ഒരു 3-4 സ്പൂണൊക്കെ ഇടുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം, കാരണം അതിന് അധികം എരിവില്ലല്ലോ. അപ്പോൾ അതത്രയും ചേർത്ത ശേഷം നല്ലപോലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തല്ലി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന കടുകും കായപ്പൊടിയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്യും. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ഇളക്കി കൊടുക്കും. മുളക് പൊടിയുടെ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ടീസ്പൂൺ കണക്കാണ്. 3-4 സ്പൂണെന്ന് ഞാൻ പറഞ്ഞ ടീസ്പൂണിൻ്റെ കണക്കാണ്. അപ്പോൾ ഇത് നല്ല മിക്സായിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഉലുവാപ്പൊടിയില്ലേ, അത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. ഉലുവാപ്പൊടി എന്ന് വെച്ചാൽ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ്. അത് 1 സ്പൂൺ ഇട്ട് നല്ലപോലെ മിക്സാക്കുക. അപ്പോൾ അത് നല്ലപോലെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കറിവേപ്പില, 1 പിടി കറിവേപ്പില ഇതിൽ വെച്ചിട്ടുണ്ട്. ആ 1 പിടി കറിവേപ്പില ഫുള്ളായിട്ട് ഇതിൽ ചേർത്ത് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഇളക്കി നല്ല സെറ്റായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു മിശ്രിതം നമ്മൾ മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 10-20 വെളുത്തുള്ളി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയും പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ചതച്ചെടുക്കും. നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത്യാവശ്യം ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിശ്രിതത്തിലേക്ക് ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ ഒരു മിക്സ് അതിലേക്ക് ചേർക്കണം. എന്നിട്ട് നല്ലപോലെ ഇതൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കുക. ഇപ്പം നല്ലൊരു മണവും ആ ഒരു കളറും ഏകദേശം അച്ചാറൊക്കെ ആയി വരുന്നതിൻ്റെ ഒരു മണം വന്നിട്ടുണ്ട്.
ഇവിടുത്തെ അച്ചാറിൻ്റെ ലവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ തന്നെയാണ്. ആക്ച്വലി ഞാനും വിഷ്ണുവൊന്നും ഇത് കഴിക്കാറില്ല. ഉണ്ടാക്കുന്ന ദിവസം ആ ചൂടോടെ കഴിക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് അച്ചാറിനോട് അങ്ങനെ വലിയൊരു പ്രിയമില്ല. പക്ഷേ അമ്മയുടെ അച്ചാറിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. പക്ഷേ ഇതൊന്ന് കണ്ടു പഠിക്കാമെന്ന് വെച്ചാൽ അമ്മ ഓരോ പ്രാവശ്യം അമ്മയുടേതായ ടിപ്സൊക്കെ യൂസ് ചെയ്ത് പല രീതിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എനിക്കതൊന്ന് കറക്റ്റായിട്ടൊന്ന് കണ്ട് പഠിച്ച് വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ വിചാരിച്ചു ഓരോ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുമ്പോഴും ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഉണങ്ങിയ മാങ്ങ അല്ലെങ്കിൽ ആ വാടിയ മാങ്ങേനെ ഇപ്പോൾ ആ മിശ്രിതത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി നേരം അമ്മ ഇതിനകത്ത് ഇളക്കിയിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് കാരണം അത് കാണുന്നില്ല. പക്ഷെ എന്തായാലും ഒത്തിരി നേരം ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഒത്തിരി നേരം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 7 മിനിറ്റെങ്കിലും ഇതിനെ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അമ്മ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കുന്നുണ്ട്. കാരണം അതിന് ഉപ്പ് വേണോ, അതിൽ കുറച്ചുകൂടെ കായപ്പൊടി വേണോ. നമ്മൾ കായപ്പൊടി ഇതിൽ ചേർത്തിട്ടില്ല, കട്ടയല്ലാതെ. അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് പുള്ളിക്കാരി ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ട്. നോക്കിയ ശേഷം എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. പൊടി മുന്നിട്ട് വെക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഇത് വരുന്നത്. ലേശം ഒരു സ്പൂൺ പഞ്ചസാര ഇരിക്കാൻ ഇപ്പം മധുരം മുന്നിൽ നിൽക്കുന്നതാണ് എൻ്റെ മാങ്ങയുടെ ഒരു പ്രത്യേകത. അപ്പോഴാണ് എല്ലാം കൂടെ കൂടി ഒരു രുചി വരുന്നത്. നമ്മൾ സാധനം ശർക്കരയല്ലേ ഇടുന്നത്? ഇല്ല, ഞാൻ ഇത് നാരങ്ങയ്ക്കാണ് ശർക്കര ചേർക്കുന്നത്. മാങ്ങയ്ക്ക് പഞ്ചസാര. മാങ്ങയ്ക്ക് ഞാൻ ശർക്കര ഒരുപാട് മധുരം അല്ലല്ലോ ഇടുന്നത്. അതിൻ്റെ കുത്തൽ പുളിയും ഉപ്പും ഇതെല്ലാം കൂടെ കൂട്ടി ചേരാൻ വേണ്ടിയിട്ട് ഇടും. ഇതിന് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. നാളെ കാലത്ത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലാണ് എടുത്തേക്കുന്നത്, കാണിക്കാം. ഇടാം. ഞാനിപ്പോൾ ഈ ഒരു ടിന്നിനകത്ത് നാളെ രാവിലെ ഇതിങ്ങനെ ഇതാവട്ടെ. അതിനുശേഷം ഇതിപ്പോൾ അടച്ച് ഭദ്രമായിട്ട് വയ്ക്കും. അതിപ്പോഴേ കുപ്പിയിലാക്കിയില്ല? ഇല്ല, ചെറിയ ചൂടുണ്ടോ, നന്നായിട്ട് തണുക്കണം. അതിലൊന്നും ഒരു അല്പം പോലും നമ്മൾ ഇതുവരെ വെള്ളം നോക്കുന്ന സാധനം ചേർന്നിട്ടില്ല. ഈ വെള്ളം വരാൻ പാടില്ല. ഉപ്പ് കല്ലിട്ട് വെച്ചപ്പോൾ അതിൽ നിന്ന് ഊറി വന്ന ആ വെള്ളം 2 ദിവസം ഇരുന്നാലും ബാക്കിയുള്ള വെള്ളം നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം കൂടെ മിക്സ് ചെയ്തപ്പോൾ അത് കുഴഞ്ഞ് ഇനി ഇത് വീണ്ടും ഇരുന്ന് അരിയുമ്പോൾ നല്ല അരിഞ്ഞ്. ഓക്കെ, അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മാങ്ങാച്ചാറ് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേനും കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് നെക്സ്റ്റ് ഡേ പതുക്കെ ചെയ്താലും മതി. അപ്പം എനിക്ക് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കുപ്പിയിലാക്കി നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാങ്ങാച്ചാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഗുഡ് ബൈ.